ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ്. ബ്യൂറോ ചീഫ്, സിറാജ് ദിനപത്രം, തിരുവനന്തപുരം. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. 15ാം നിയമസഭയുടെ 2025-26 ബജറ്റ് സെഷനിലെ രണ്ടാം ഘട്ട സമ്മേളനത്തിന്റെ 5ാം ദിവസം ഏറെ ബഹളങ്ങളൊന്നുമില്ലാതെയാണ് സഭാ നടപടികൾ പുരോഗമിച്ചത്. നാളെ തിരുവനന്തപുരം നഗരത്തിൽ നടക്കാനിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് സഭാ നടപടികൾ വേഗം തീർക്കുന്നതിനായി ഇന്ന് ശൂന്യവേളയിൽ അടിയന്തര പ്രമേയം ഒഴിവാക്കിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടെയാണ് സ്പീക്കർ സഭാ സമ്മേളനത്തിൽ ഇങ്ങനെ ക്രമീകരണം വരുത്തിയിരുന്നത്. തുടർന്ന് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ശൂന്യവേളയിൽ നേരിട്ട് ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടക്കുകയായിരുന്നു. 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 1ാം ഭാഗ റിപ്പോർട്ടിന്മേൽ സർക്കാർ കൈക്കൊണ്ട തീരുമാനപ്രകാരം 2021-22 സാമ്പത്തിക വർഷം മുതൽ വികസന ഫണ്ടിന്റെ വിഹിതം സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 26% വികസന ഫണ്ടായി നൽകാനും ഇത് 30% ആകുന്നതുവരെ വർഷം തോറും 0.5% വീതം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ധനമന്ത്രി നിയമസഭയെ അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടായി പദ്ധതി അടങ്കലിന്റെ 27.5% തുകയായ 8,352 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ കേരള ഖരമാലിന്യ സംസ്കരണ പ്രോജക്ടിന് 180 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് സോളാർ ബോട്ടിന്റെ പ്രവർത്തനം വിജയമാണെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ 5 വർഷത്തിനിടെ 50% ബോട്ടുകൾ സോളാറിലേക്ക് മാറ്റാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. നിലവിൽ 18 സോളാർ ബോട്ടുകളുടെ നിർമ്മാണം നടന്നുവരുന്നുണ്ട്. ആധുനിക സൌകര്യങ്ങളോടുകൂടി 20 പേർക്ക് സഞ്ചരിക്കാവുന്ന സോളാർ AC ബോട്ടുകളും നിർമ്മിക്കും. വലിയ ബോട്ടുകൾക്ക് എത്താൻ കഴിയാത്ത ഉൾനാടൻ മേഖലയിലും വെള്ളപ്പൊക്ക സമയത്ത് രക്ഷാപ്രവർത്തനത്തിനുമായി 10 പേർക്ക് സഞ്ചരിക്കാവുന്ന 5 ഡിങ്കി ബോട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. സുരക്ഷിത പൊതുഗതാഗതത്തിന് ആധുനിക സൌകര്യങ്ങളോടുകൂടിയ 100 പേർക്ക് സഞ്ചരിക്കാവുന്ന 6 ബോട്ടുകളും 75 പേർക്ക് സഞ്ചരിക്കാവുന്ന 2 ബോട്ടുകളും എറണാകുളത്തും സർവീസ് നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അനേർട്ട് വഴി വിവിധ സർക്കാർ ഓഫീസുകളിൽ 35 ചാർജിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 33.15 കോടി ചെലവിലാണ് നിർമ്മാണം. 64 ലക്ഷം സബ്സിഡിയോടെയാണ് സ്വകാര്യ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത്. ഇതിനു പുറമെ 5 കോടി രൂപ ചെലവിൽ KSEBയുടെ 32 ചാർജിംഗ് സ്റ്റേഷനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ, പാപ്പനംകോട് ഡിപ്പോകളിൽ അതിവേഗ ചാർജിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം 1000 ഓട്ടോറിക്ഷകൾക്ക് 3 കോടി സബ്സിഡി നൽകി. സംസ്ഥാനത്ത് ഇതുവരെ 2,27,185 ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 14 ജില്ലകളിലായി 820 പഞ്ചായത്ത് സ്പോർട്സ് കൌൺസിലുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ടെന്ന് കായികമന്ത്രി വി. അബ്ദുറഹ്മാൻ പറഞ്ഞു. തിരുവനന്തപുരം 62, കൊല്ലം 40, പത്തനംതിട്ട 53, ആലപ്പുഴ 65, കോട്ടയം 61, ഇടുക്കി 49, എറണാകുളം 55, തൃശൂർ 84, പാലക്കാട് 87, മലപ്പുറം 81, കോഴിക്കോട് 70, വയനാട് 23, കണ്ണൂർ 71, കാസർഗോഡ് 19 കൌൺസിലുകളാണ് രൂപവൽക്കരിച്ചത്. തദ്ദേശ വിഹിതത്തിൽ 30 മുതൽ 41% വരെ ഉൽപാദന മേഖലയ്ക്കാണ് നീക്കിവെക്കുന്നതെന്നിരിക്കെ കൃഷിവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്കായി പ്രോജക്ട് ബാങ്ക് പദ്ധതി ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പി. പ്രസാദ് പറഞ്ഞു. ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അവരുടെ ഭൂപ്രകൃതിക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ പദ്ധതികൾ ഈ ബാങ്കിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടക്കേണ്ടത് കൃഷിയിടവുമായി ബന്ധപ്പെട്ടാണ്, അല്ലാതെ ആസൂത്രണ ബോർഡിലോ സെക്രട്ടേറിയറ്റിലോ കൃഷി ഡയറക്ടറേറ്റിലോ അല്ലെന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മതിയായ പദ്ധതി തയ്യാറാക്കാനുള്ള സൌകര്യമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടൊപ്പം രാസവളങ്ങൾക്ക് വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ തദ്ദേശീയമായി ജൈവ ജീവാണു വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. കർഷകർക്കും കൃഷിക്കൂട്ടങ്ങൾക്കും പരിശീലനം നൽകാനുള്ള പദ്ധതി നടപ്പാക്കുക. ഓരോ പ്രദേശത്തും സാധ്യമായ വളങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ് ആലോചിക്കുന്നത്. കൃഷിവകുപ്പിന്റെ ലാബുകളിൽ ഇവയുടെ ഗുണനിലവാര പരിശോധന നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. 1992 വില നിർണയാധികാരം കമ്പനികൾക്ക് നൽകിയതിനു ശേഷം കമ്പനികളാണ് പൊട്ടാഷ് ഇറക്കുമതി ചെയ്യുന്നതും വില നിശ്ചയിക്കുന്നതും. 2010 മുതൽ വളങ്ങളിലെ ന്യൂട്രിയന്റിന്റെ അടിസ്ഥാനത്തിലാണ് സബ്സിഡി നിശ്ചയിക്കുന്നത്.
രാസവളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് കേരളത്തിൽ 2 ലാബുകളും കീടനാശിനികളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് 1 ലാബും പ്രവർത്തിക്കുന്നു. 4000-ലധികം സാമ്പിളുകളാണ് പ്രതിവർഷം ഇവിടെ പരിശോധിക്കുന്നത്. കീടനാശിനികൾ 2000-ലധികവും. ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തുന്ന വളങ്ങളുടെ വിൽപ്പന തടയാനും ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കാനും നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ചോദ്യോത്തരവേളയിൽ മന്ത്രി വിശദീകരിച്ചു. കരിക്കുലം പരിഷ്കരണത്തിൽ പ്രധാനമായും വിദ്യാർത്ഥി കേന്ദ്രീകൃത സമീപനമാണ് സംസ്ഥാനം സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ കരിയർ താൽപര്യങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ സ്വയം രൂപകൽപ്പന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകിയുമാണ് കരിക്കുലം പരിഷ്കരണം നടപ്പിലാക്കുന്നത്. മുൻകാലങ്ങളിൽ കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും കണക്കും പഠിക്കൽ നിർബന്ധിതമായിരുന്നു. ഇപ്പോൾ കെമിസ്ട്രിയോടൊപ്പം സംഗീതം ഉൾപ്പെടെ പഠിക്കാൻ അവസരം നൽകുന്നു. പഠനം ഏത് വിധത്തിലായിരിക്കണമെന്ന് അക്കാദമിക കൌൺസിലർമാരുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് തീരുമാനിക്കാം. ഒപ്പം ഓൺലൈൻ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്ക് നൽകും. ഇതിനനുസരിച്ച് സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കരിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണ്. അക്കാദമിക സമൂഹത്തിന് അതിവേഗം വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ പുറന്തള്ളുന്ന കേന്ദ്ര രീതിയല്ല, അവരെ ഉൾക്കൊള്ളുകയും ശാക്തീകരിക്കുകയും ചെയ്യും വിധത്തിലാണ് സംസ്ഥാന സമീപനമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്കായി സ്ഥലം വാങ്ങിയ ഒയാസിസ് കമ്പനിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചതായി രജിസ്ട്രേഷൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിയമസഭയെ അറിയിച്ചു. ഒയാസിസ് ഭൂമി കൈവശം വെച്ചത് ചട്ടവിരുദ്ധമായാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും രേഖാമൂലം നൽകിയ വിശദീകരണത്തിൽ മന്ത്രി വ്യക്തമാക്കി. വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് കടക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് രജിസ്ട്രേഷൻ മന്ത്രിയുടെ വിശദീകരണം. ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ ലവ് ജിഹാദ് പരാമർശം ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്നും പി.സി. ജോർജിന് എന്തും പറയാനുള്ള ലൈസൻസാണ് സർക്കാർ നൽകിയതെന്നും പ്രതിപക്ഷ അംഗം എ.കെ.എം. അഷ്റഫ് നിയമസഭയിൽ പറഞ്ഞു. ചർച്ചയ്ക്കിടെയായിരുന്നു അഷ്റഫിന്റെ പരാമർശം. കേരളത്തിന്റെ മതേതരത്വം തകർക്കുന്ന പി.സി. ജോർജിനോട് കർക്കശ നിലപാടെടുക്കാൻ എന്താണ് കഴിയാത്തതെന്നും പോലീസ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്തത് മനസ്സില്ലാ മനസ്സോടെയായിരുന്നുവെന്നും പരിഹസിച്ച അഷ്റഫ്, പോലീസ് വിചാരിച്ചാൽ പി.സി. ജോർജിനെ ചങ്ങലക്കിടാൻ കഴിയില്ലെന്നും ചോദിച്ചു. കേരളത്തിലെ കാർഷിക കാലാവസ്ഥാ വൈവിധ്യം പരിഗണിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുൾപ്പെടെ വിവിധ പുതിയ പദ്ധതികൾ സഹകരണ വകുപ്പ് നടപ്പിലാക്കുമെന്ന് സഹകരണ മന്ത്രി വി.എൻ. വാസവൻ നിയമസഭയെ അറിയിച്ചു. ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ സംഘങ്ങളുടെ അപ്പെക്സ് സ്ഥാപനമായ കേരള വനിതാ ഫെഡിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി സഖി പദ്ധതിയിലൂടെ സൌജന്യ തൊഴിൽ പരിശീലനം നൽകും. ഇതുവഴി സ്ത്രീകളിൽ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുക, മുഴുവൻ സമയ പാർട്ട് ടൈം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. ആയുഷ് വകുപ്പുമായി സഹകരിച്ച് ഗർഭകാല ശുശ്രൂഷ, നവജാത ശിശുക്കളുടെ പരിചരണം, വാർദ്ധക്യകാല പരിചരണം എന്നിവയും സഖി പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. മലബാറിൽ സുലഭമായി ലഭിക്കുന്ന കശുമാങ്ങ ഉപയോഗിച്ച് സഹകരണ സംഘങ്ങൾ ഫെനി ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നതിന് പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ശൂന്യവേളയ്ക്ക് ശേഷം വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനായ സബ്ജക്ട് കമ്മിറ്റിയുടെ 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൌകര്യ വികസന ഭേദഗതി ബിൽ സംബന്ധിച്ച റിപ്പോർട്ടും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ സബ്ജക്ട് കമ്മിറ്റിയുടെ 2025 കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ സംബന്ധിച്ച റിപ്പോർട്ടുകളും സഭയിൽ സമർപ്പിച്ചു. ഒപ്പം സണ്ണി ജോസഫ് അധ്യക്ഷനായി പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ 72 മുതൽ 80 വരെയുള്ള റിപ്പോർട്ടുകളും സഭയുടെ മേശപ്പുറത്ത് വച്ചു. തുടർന്ന് 2025-26 വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ച ചെയ്ത് പാസാക്കി. സഹകരണം, കൃഷി, വനം, വ്യവസായങ്ങൾ, തുറമുഖം വകുപ്പുകളുടെ യഥാക്രമം 27, 29, 34, 37, 11 ധനാഭ്യർത്ഥനകളാണ് ചർച്ച ചെയ്ത് പാസാക്കിയത്. ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ്, എ കെ ശശീന്ദ്രൻ, പി രാജീവ്, വി എൻ വാസവൻ എന്നിവർ മറുപടി പറഞ്ഞു. പൊങ്കാലയ്ക്കായി നാളെ അവധി നൽകിയ സഭ ഈ മാസം 17 പുനരാരംഭിക്കും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.